Good morning, all. Good morning, ma'am. 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 Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അബ്രിവേഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിൽ കുറച്ച് അബ്രിവേഷൻസ് പറഞ്ഞു. സഫിക്സ്, പ്രിഫിക്സ്, റൂട്ട് വേർഡ്സ്, ദെൻ അബ്രിവേഷൻസ് വരെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സ് ഒക്കെ നോക്കിയായിരുന്നോ? പഠിക്കുന്നുണ്ടോ നിങ്ങള്? എല്ലാം ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചിരിക്കുകയാണോ? പഠിക്കുന്നുണ്ടോ? സമയം കിട്ടുന്നത് പോലെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. കാരണം എല്ലാം പഠിക്കാനില്ല. അപ്പൊ നമുക്ക് അടയാളം പഠിക്കാനൊക്കെ എന്ത് ചെയ്യാം, സമയം കിട്ടുന്നതനുസരിച്ച് ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കിട്ടുന്ന ടൈം പോലെ നിങ്ങള് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോഴാണ് ടൈം കിട്ടുന്നത്, അതനുസരിച്ചിട്ടൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, ഇന്ന് പ്രിഫിക്സ് എക്സാം ഇടാന്ന് പറഞ്ഞായിരുന്നോ? Yes, ma'am. എന്തായാലും പ്രിഫിക്സ് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്രിവേഷൻസ് 74 വരെയല്ലേ പറഞ്ഞു നിർത്തിയത്, ആണോ? അതെ 74. ഓക്കെ, നമുക്ക് ബാക്കി കുറച്ച് അബ്രിവേഷൻസ് കൂടി തീർക്കാനുണ്ട് ഇനി. അപ്പോ ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ, വേറെ ഒന്നും ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. എന്താണ് അബ്രിവേഷൻസ് വായിക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. ഓക്കെ, കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വായിക്കണം എന്തായാലും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് മാത്രം നമുക്ക് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, then നോക്കാം. 75 അബ്രിവേഷൻസ് ആണ് നമ്മൾ വായിക്കുന്നത്. DOS. DOS means dead or see. Then DPT. DPT നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു വാക്സിൻ ആണ്. വാക്സിൻ കേട്ടിട്ടുണ്ടോ? DPT വാക്സിൻ. യെസ്, ഓക്കെ. എവിടെയാണ് കേട്ടിരുന്നത്? എന്താണ്, ഏത് പ്രായത്തിലാണ് നമ്മൾ DPT വാക്സിൻ എടുക്കുക? പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോർമൽ കുട്ടികൾക്കുള്ള വാക്സിൻ ആണ് DPT എന്ന് പറഞ്ഞാല്. നവജാത കുട്ടികൾക്ക്, ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് DPT. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. നമുക്ക് എന്താണ് അതിന്റെ അബ്രിവേഷൻ ഫോം, അത് മാത്രം പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം. DPT നോക്കാം. ഡിപ്തീരിയ, പെർട്ടിസിസ് ആൻഡ് ടെറ്റനസ് ടോക്സിഡ്സ് വാക്സിൻ. ഡിപ്തീരിയ, പെർട്ടിസിസ് ആൻഡ് ടെറ്റനസ് pertussis vaccine. ഇത് സ്റ്റക്ക് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? പറയൂ, കേൾക്കുന്നില്ലേ? പറയുന്നത് ബ്രേക്ക് ആവണോ? ഇപ്പൊ ശരിയായി. ഓക്കെ ഓക്കെ, ഓക്കെ. Then DTAP, diphtheria, tetanus, toxoid and axillary pertussis vaccine. അതിന്റെ ഒപ്പം നമ്മൾ DTP പറഞ്ഞില്ലേ, സെയിം തന്നെയാണ്. അതിന്റെ ഒപ്പം ഒരു A ചേർന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? അസിലിയർ. ഓക്കെ, then DTP, DPT നമ്മൾ പറഞ്ഞു. then നെക്സ്റ്റ് പറഞ്ഞത് DTP, diphtheria, tetanus, toxoid and pertussis vaccine. then DTS. DTS means delirium tremens. Then DVT, deep venous. TSD പറഞ്ഞായിരുന്നു, dry sterile dressing. Okay. Then DTS, delirium tremens. അപ്പൊ സ്റ്റക്ക് ആയിരുന്നു. ഓക്കെ ഓക്കെ, സ്റ്റക്ക് ആവുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയാം. Then DVT. DVT എന്താ? deep venous thrombosis. Then D5W, dextrose 5% in water.
Then DX means diagnosis. Important ആണ് കേട്ടോ. Diagnosis നമ്മള് പ്രൊനൗൺസ് ചെയ്യും. നമ്മൾ diagnosis എന്ന് പറയാറില്ലേ? എന്താ മീനിങ് diagnosis മീനിങ്? What is the meaning of diagnosis? എന്ത് diagnosis എന്ന് വെച്ചാല് രോഗം നിർണ്ണയിക്കുക അല്ലെ? അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം പറയുന്നത് DX. Okay. Then ECG നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. Then EG എന്താണ് EG? എക്സാമ്പിൾ നമ്മൾ ഷോർട്ട് ആക്കി നോർമലി എഴുതാറുള്ളതാണ് അല്ലെ? കോമൺ ആയിട്ട് നമ്മൾ എഴുതാറുള്ള ഒരു കാര്യമാണ് EG എക്സാമ്പിൾ. Then EKG ഇലക്ട്രോകാർഡിയോഗ്രാം. ECG നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇലക്ട്രോകാർഡിയോഗ്രാം EKG. ENT നമ്മൾ ENT ഡോക്ടറിന്റെ അടുത്തൊക്കെ പോവാറുണ്ട് ഇല്ലേ? ENT ഡോക്ടർ എന്തൊക്കെയാണ് ENT ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തത്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ? മൂക്കിനും വായിക്കും തൊണ്ടയ്ക്കും വരുന്നതിനൊക്കെയാണ് നമ്മൾ ENT സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത്. ENT. വിട്ടുപോയിട്ടുണ്ട് ഏതെങ്കിലും? ഒന്നും കൂടി വായിക്കാം. DX തുടങ്ങി പറയാട്ടോ. DX ഡയഗ്നോസിസ്, then ECG ഇലക്ട്രോകാർഡിയോഗ്രാം, ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞില്ലേ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. then ER എന്തായിരുന്നു? ER എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ED ER എന്തായിരുന്നു? ER ഓർമ്മയുണ്ടോ? ER എമർജൻസി റൂം ആണ് ER കേട്ടോ. Then EDC estimated date of confinement. Then EEG electrocephalogram. EEG electrocephalogram. Then EG means for example. Then EKG means electrocardiogram. Then ENT ear, nose and throat. Then ER emergency room. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ED പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയതാണോ എമർജൻസി റൂം. Then ET എന്താ ET? നമുക്കറിയാലോ ET നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി. എന്ത് ET? എൻഡോട്രയാക്ടൽ ട്യൂബ്. ET എൻഡോട്രയാക്ടൽ ട്യൂബ്. Then ETA estimated time of arrival. Then ETOH ethyl alcohol. Then ETT endotracheal tube. Then F ഇവിടെ പെർസെന്റേജ് ഡിഗ്രി ഫാരൻഹീറ്റിനെയാണ് അവിടെ പെർസെന്റേജ് ഒരു F പറയുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടോ. Then next നോക്കാം. FiO2 means fraction of inspired oxygen. Then FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മള് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് നോക്കാറുണ്ട്, ഫുഡിന് മുന്നേ നോക്കാറുണ്ട്, ഫുഡിന് ശേഷം ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അതിന് FBS നോക്കുക എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ. Then Fe iron, FHR fetal heart rate. Then FHT fetal heart tones. Then FHX family history. Then FL femtoliter. Then FL ഫ്ലൂയിഡിന് FL ചെറിയ എഫും ചെറിയ എല്ലും ഫ്ലൂയിഡിന് അത് ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. Then FLD മീൻസ് ഫ്ലൂയിഡ്. FL എന്ന് പറയും, FLD-നെ പറയുന്നത് എന്ത് തന്നെയാണ്? ഫ്ലൂയിഡ്. അത് പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഫ്ലൂയിഡിന്റെ FL-ഉം ഫ്ലൂയിഡ് തന്നെ, FLD എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് തന്നെയാണ്. Then FSH follicle stimulating hormone. Then FX means ഫ്രാക്ചർ സംഭവിക്കില്ലേ? അതിനാണ് നമ്മൾ FX എഴുതുന്നത്. അപ്പോ ചിലപ്പോ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുകളിലൊക്കെ ഫ്രാക്ചർ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവർ എഴുതില്ല. ഡോക്ടറും ഇതുപോലെ തന്നെ FX ആയിരിക്കും ചിലപ്പോ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ല എന്താ FX എന്ന് നമ്മൾ ആലോചിക്കും അല്ലെ? പക്ഷെ അതിന്റെയൊക്കെ ഷോർട്ട് ഫോം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും റിപ്പോർട്ടുകൾ പറ്റും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കില്ല എല്ലാവരും? ശ്രദ്ധിക്കോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് അപ്പൊ തന്നെ എന്താണെന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഇനി ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫോം ഒക്കെ കണ്ടാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം? അബ്രിവിയേഷൻസ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, then G means gram. GS
gram, then GB. GB means gallbladder. Then GI means gastrointestinal. Then GM, gram, GR, green, GSW, gunshot wound. Then GTT means drugs. Then capital GTT, glucose tolerance tester. GTT, glucose tolerance tester. Then urinary. Then GYN, gynecology. GYN, gynec, gynec, especially females in there. About gynecology, GYN. Then H means hour, meaning. Then capital H means hydromic. Hypodermic, hypodermic. അതുപോലെ തന്നെ എച്ച് ബ്രാക്കറ്റിൽ എച്ച് കൊടുത്താലും അല്ലെങ്കിൽ വെറുതെ ചുമ്മാ നമ്മൾ ക്യാപിറ്റൽ എച്ച് എഴുതുന്നതിന് ഹൈപ്പോഡെർമിക് എന്നാണ് പറയുന്നത്. രണ്ട് പേജ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. രണ്ട് പേജ് വായിച്ചു നോക്കിക്കോളൂ. അബ്രിവേഷൻസ് നമ്മളിപ്പോ പറഞ്ഞ രണ്ട് പേജ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അബ്രിവേഷൻസ് കുറച്ച് കൂടുതലുണ്ട്. ഇതിലെല്ലാം തന്നെ പഠിക്കേണ്ട, അത്യാവശ്യമുള്ളത് അടയാളപ്പെടുത്തി തരാം കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാനില്ല എങ്കിലും നമുക്ക് സിലബസിൽ ഉള്ളത് കൊണ്ട് നമ്മൾ വായിക്കണം. വായിച്ചെല്ലാവരും നെക്സ്റ്റ് പറയാം. H and H, hemoglobin and hematocrit. Then H and P, history and physical. HA, headache. Then HB, hemoglobin. Then HCT, hemocrit.
then Hg, mercury, Hgb, hemoglobin, then HH, hyperthermia, HIV, HIV, in the HIV, human immuno, HIV lakadile, human immunodeficiency virus, then H2O, water, then H2O2, hydrogen peroxide, then HPI, history of present illness, history of present illness, then HR, hour, then HS, at bedtime, HTN, hypertension, HX, history, then HZ, hertz, IMO, intake and output, then IC, intracardiac, inspiratory capacity is double colon, then ICP, intraterminal pressure, then ICU. എന്താണ് ICU? ICU പെട്ടെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എടുത്ത് കമന്റ് ഇടണം കേട്ടോ പറയുമ്പോ തന്നെ. ICU എന്തായിരുന്നു? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then IDDM, insulin dependent diabetes mellitus. Then IM, intramuscular. Then IO, introsus. Then IPPB, intermittent positive pressure breathing. Then IUD, intra-ure contraceptive device, Then IV, intravenous. JVD means singular venous distension. Then K, ഒരു പ്ലസ് കൂടി ഉണ്ട് കേട്ടോ. K പോസിറ്റീവ് അല്ലെങ്കിൽ K പ്ലസ് എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിനെയാണ്. Then KCI, പൊട്ടാസ്യം ക്ലോറൈഡ്. Then kg, kilogram, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത്. KUB, kidneys and arteries and bladder, കിഡ്നിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസുകൾ. Then KVO, keep vein open. Then L means liter. Then LAC, ലക്ക് എന്നൊക്കെ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് ലാസറേഷൻ, ലാപ്രോസ്കോപ്പി, അസിസ്റ്റഡ് കൊളോട്ടമി. Then LB, IBS പൗണ്ട് എന്നുള്ളൊരു മീനിങ് കേട്ടോ. Then LE means lower extremity left eye lumps and erythrometus. ഡീറ്റെയിലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ, കാരണം നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. കാരണം നമ്മള് എക്സാമിന് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടാണ് തരുന്നത് പഠിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഇഷ്ടം ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അതാണ് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു തരാത്തത്. കാരണം അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ഒത്തിരി പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ഇല്ല, അതിന്റെ ആവശ്യമില്ല പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ഇത് നമുക്ക് എന്താ കുറെ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ ഇതിൽ തന്നെ, അബ്രിവേഷൻസ് ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു പോകാത്തത്. ഇപ്പൊ വേർഡ്സും അല്ലെങ്കിൽ സഫിക്സിലൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ അത് എന്താ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന്റെ അബ്രിവേഷൻസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് ശരിക്കും ജസ്റ്റ് ഒരു വായിച്ചു പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. ടീച്ചേഴ്സ് വായിച്ചു പോകുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ഞാൻ എനിക്ക് തോന്നുന്നു മീൻസ് നമ്മുടെ സഫിക്സും പ്രിഫിക്സും കുറച്ചും കൂടി ഞാൻ ടൈമിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്രിവേഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഡീറ്റെയിലൊന്നും നമുക്ക് വേണ്ട. അതിൽ നിന്ന് വളരെ ചുരുക്കം 100 സംതിങ് അബ്രിവേഷൻസിൽ നിന്ന് വളരെ ചുരുക്കം മാത്രം സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ തരുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രം എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. നമ്മള് നോർമലി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇതനുസരിച്ച് തന്നെയാണ് കേട്ടോ. അതെ, കമന്റ് ഇട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ? ഓക്കെ, ഞാൻ വായിച്ചു പോകുക അത് പോകുന്നത് കൊണ്ടാണ് ജസ്റ്റ് വായിച്ചു പോകുന്നത്. ഓക്കെ, then LLL, triple L means left lower lobe of lung. Left lower lobe of lung. Then LLQ,
left lower quadrant of the abdomen. Then LM, L ഒരു slash ഉണ്ട്, പിന്നെ M. Then liters per minute. Then LMP, last menstrual period. LMP കേട്ടുകാണല്ലോ നമ്മള്, മീൻസ് പ്രഗ്നൻസി ഒക്കെ ആ ഒരു ടൈമിലെ ഗൈനക്കോളജിസ്റ്റിന് ചെല്ലുമ്പോൾ അവർ LMP ചോദിക്കും. LMP ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും അല്ലേ? That's LMP. Then LOC means level of consciousness, loss of consciousness. Then LPM, liter per minute. LPN, licensed practical nurses. Then LR means lactate ringers. രണ്ട് പേജ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ വായിച്ച് 2 പേജ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടിച്ചു നോക്കിക്കോളട്ടെല്ലാം. രണ്ട് പേജ് കംപ്ലീറ്റ് വായിക്കട്ടോ. അയച്ചേർന്നോ? ടെക്സ്റ്റ് എടുക്കാം നമുക്ക്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ഇത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം അല്ലേ? ബോറിംഗ് ആണോ? ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളല്ലോ. നമ്മൾ അതിന്റെ ഡീറ്റെയിലോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അല്ലെ? അപ്പോ അറിയാൻ കുറച്ച് ബോറിംഗ് ആണെന്ന്, പക്ഷെ ചെയ്യാൻ പറ്റും, ക്ലാസ്സിനെ പറ്റും അല്ലെ?
അപ്പൊ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ടീച്ചർ നമ്മളൊരു 2 പേജ് ഞാനിട്ടൊന്ന് വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ആകുമല്ലോ. ബോറിംഗ് ആണോ ചാപ്റ്റർ? കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പഠിച്ച് നിങ്ങൾ ഭാവിയിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അബ്രിവേഷൻസും ഹോസ്പിറ്റൽ ടേമുകളും അല്ലേ? നിങ്ങൾക്ക് അറിയാലോ അത്? അറിയില്ലേ? അറിയാമോ? എന്ത് പറ്റിയ ആർക്കും ഒരു റെസ്പോണ്ട് ഇല്ല അല്ലെ? നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് പഠിക്കാതെ വിടാൻ പറ്റില്ല. അപ്പൊ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുകയാണ് പഠിക്കാനായിട്ട് അല്ലെ? അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. LSD, lysergic acid diethylamide. Then LUL, left upper lobe of the lung. Then LUQ, left upper lobe of the lung. Then LVN, licensed vocational nurse. meter. MAE, moves all extremites. MAEW, moves all extremites. MAP, mean arterial pressure. MCG, microgram. MCL, mid-clavicular line modified chest lead. MEQ, milliequivalent. MG, milligram. MI, myocardial infarction. Then MICU, mobile intensive care unit, medical intensive care unit. MICU, mobile intensive care unit എന്ന് പറയാം, medical intensive care unit എന്ന് വിളിക്കാം. Then MIN, minute. ML, milliliter. MM, millimeter. Then mmHg, millimeters of mercury. നമ്മൾ HG നേരത്തെ പറഞ്ഞു മെർക്കുറി എന്ന്. അപ്പോ MM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ millimeters എന്നറിയാം, millimeters mercury. Then MRI, എന്താണ് MRI? കേട്ടിട്ടുണ്ടാവുമല്ലോ. MRI എങ്ങനെയാണ് നമ്മൾ MRI എന്ന് പറയുന്നത്? MRI ആരും കേട്ടിട്ടില്ല? MRI എന്താ MRI? MRI സ്കാനിങ്. എന്തിനാണ് MRI സ്കാൻ ചെയ്യുന്നത്? MRI സ്കാൻ MRI ചെയ്യുന്നത് എപ്പോഴാണ്? ഫുൾ ബോഡി ചെക്കപ്പ് ആണ്. ദെൻ 3D വ്യൂ കിട്ടും. ആന്തരികത്തില് നമ്മളുടെ ഉള്ളിലുള്ള ഇൻസൈഡിലുള്ള ഓർഗൻസിന്റെ ഒക്കെ കാണാൻ വേണ്ടിട്ട് അല്ലെ? അപ്പോ MRI ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം അറിയാമായിരുന്നു നിങ്ങൾക്ക്? കുറച്ചു പേർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും അല്ലെ? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. Then MS, morphine sulfate multiple sclerosis. MSO4 means morphine sulfate. Then MVA, motor vehicle accident. MVC, motor vehicle crash. രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MVAയും MVCയും. MVയും മോട്ടോർ വെഹിക്കിൾ ആണെന്ന് അറിയാലോ. A വരുമ്പോൾ ആക്സിഡന്റ്, C എന്ന് പറഞ്ഞാൽ ക്രാഷ് ആവുക. നെക്സ്റ്റ് MVP ആണോ? ഓക്കെ. MVP, mitral valve prolapse. Then N means normal. Na, sodium. Na and Na not applicable. Then NaCl, sodium chloride. NaD, no apparent distress, no appreciable diseases. Then NaHCO3. ഇതൊക്കെ കുറച്ച് സയൻസ് ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് തോന്നുന്നു അല്ലെ? ഈ NaCl മീൻസ് സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചവരുണ്ടോ? +1 +2 ലെവലൊക്കെ ബേസിക് സയൻസ് എടുത്തവരുണ്ടോ? കൂട്ടത്തില് ഉണ്ടോ? ആരുമില്ല? സയൻസ് സബ് എടുത്ത് പഠിച്ച ആൾക്കാർ ആരുമില്ല? ഓക്കെ, ഒരാളുള്ളൂ. ഷിജിന, അഞ്ജലി, ഓക്കെ, കുറച്ച് പേരുണ്ട് അല്ലെ? അപ്പോ നിങ്ങൾക്കൊക്കെ പെട്ടെന്നോട്ടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് NaCl H2O അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കിട്ടും അല്ലെ? +2 പഠിച്ചത് ഓക്കെ, സയൻസ് എടുത്തത്. അങ്ങനെ ചോദിച്ചത്
എസ്പെഷ്യലി +1 +2 ഒക്കെ സയൻസിൽ സബ്ജക്ട് ആകുമ്പോഴേ നമ്മള് കെമിസ്ട്രിയിലൊക്കെയാണല്ലോ ഇത് വരുന്നത്, NaCl അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കുറച്ച് അല്ലേ നമുക്ക് പെട്ടെന്ന് പഠിച്ച ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാകും അല്ലെ. ഓക്കെ, ചിലപ്പോ മറന്നു പോയി കാണും അല്ലെ. കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് അത്യാവശ്യം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് ഇപ്പോ NaCl അല്ലെങ്കിൽ HCl അല്ലെങ്കിൽ H2O അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എന്നും നിലനിൽക്കും ഇല്ലേ. സയൻസ് പഠിച്ച ആൾക്കാരാണ് ചോദിക്കുന്നത് ഉണ്ടോ, നമുക്ക് മൈൻഡില് താറായിട്ട് കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കാറില്ലേ, ഒരിക്കലും മറന്നു പോകാത്ത തരത്തിലുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് അല്ലെ. ഏത് ഉറക്കത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയാൻ പറ്റും അല്ലെ. അപ്പോ NaHCO3 സോഡിയം ബൈകാർബോണേറ്റ്, then NC nasal cannula, NG nasogastric, NICU. എന്താ NICU? നവജാത ശിശുവിനെ അതൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. Neonatal intensive care unit, then NIDDL, non-insulin dependent diabetes mellitus, then NKA, no known allergies, NKDA, no known drug allergies, then NPA, nasopharyngeal airway, NPO, nil per os, NS normal saline, NSR normal sinus rhythm, then NTG means nitroglycerin, NB nose and vomiting, then N/B/D nausea and vomiting and diarrhea, NVD neck vein distension, NVD. O2 NO2 oxygen, OB obstructors. ഇതിനുള്ളിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. Then OBS, organic brain syndrome. OD, overdose, right eye optical density outside diameter, doctor of optometry. അപ്പൊ ഓഡിനെ തന്നെ പറയുന്ന പേരുകളാണ് കേട്ടോ. അതായത് ഔട്ട് പേഷ്യന്റ്, ഓക്കെ, അത് OP നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ. OD ആണ് ഓവർഡോസ് എന്ന് പറയാം, റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഔട്ട്സൈഡ് ഡയാമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. Then next one OP, outpatient. IP എന്താണ് അപ്പോ? IP എന്താ IP? OP outpatient, IP inpatient. അപ്പൊ തന്നെ പഠിച്ചു പോവാലോ. Then OPA, oropharyngeal airway, OR operating room, then OS left eye, OU both eyes. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. OS എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐയും OU both eyes. OZ ons, P after, PC means after meals. അത് നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ വരുന്നൊരു കാര്യമാണ്. ഇപ്പൊ ആഫ്റ്റർ മീൽസിന് ശേഷം ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ ഫാസ്റ്റിംഗില് ബ്ലഡ് പ്രഷർ നമ്മൾ ഷുഗർ നോക്കുന്നതും, അതുപോലെ തന്നെ ആഫ്റ്റർ മീൽസിന് ശേഷം 1 മണിക്കൂർ അങ്ങനെ ഒരു ഭക്ഷണ ശേഷം 1 മണിക്കൂർ ശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും PC എന്നൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾക്ക് ഈ ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ തരില്ലേ, അപ്പൊ PC എന്നൊക്കെ എഴുതി കാണും. നമുക്ക് നോർമലി എന്താണെന്ന് ഇതുവരെ അറിയാൻ പാടില്ലായിരിക്കാം അല്ലേ. അപ്പൊ ഇനി കാണുമ്പോ ഇങ്ങനെ ഒരു PC എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കില്ല എല്ലാവരും? ശ്രദ്ധിക്കോ? ഇനി ടെസ്റ്റ് ഒക്കെ തരുമ്പോഴേ ഇതുപോലെ ഷോർട്ട് ഫോം ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഇടയ്ക്ക്. ഓക്കെ, PC after meals, PCO2, partial pressure of carbon dioxide. Then PDR means physician does reference. Then PE, pulmonary embolism physical examination. Then PEA, pulseless electrical activity. Then PEARL, pearl എന്നുള്ളൊരു അർത്ഥം കേട്ടോ.
Pupils equal and reactive to light. Then PEDS. Pediatrics. Pediatric തന്നെ. PEE. P positive and expiratory pressure. Then repeat ചെയ്തിരിക്കുകയാണ്. Pearl എന്നുള്ളത് തന്നെ repeat ചെയ്തിരിക്കുകയാണ്. People equal reactive to light. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് PERRL. Pupils equal round and reactive to light. pH, hydrogen ion concentration. Then PRID means pelvic inflammatory diseases. PND, paroxysmal nocturnal dyspnea. ഇരുന്നൂറ്റി 34 നമ്മൾ വായിച്ചത്. ഇനി 75 തുടങ്ങി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ കുറെ വായിച്ചു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കില്ലേ? 75 തുടങ്ങി പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്തിക്കോളൂ. പറയാം കേട്ടോ, എന്തൊക്കെയാണെന്ന് പറയാം. നമ്പേഴ്സ് വായിക്കാം. പറയാൻ വരുമായിരുന്നു. ഇന്ന് മതി. ഒന്ന് ബോറായി തുടങ്ങിയപ്പോ തന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾക്ക് ബോറായിരിക്കും ഈ ഒരു ചാപ്റ്റർ. കാരണം നമ്മള് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പോലെയല്ല അല്ലെ എടുക്കുന്ന. എനിക്കും അങ്ങനെ ഒരു മീൻസ് ബോറിംഗ് അല്ല, പക്ഷെ എനിക്ക് വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോ കേൾക്കുന്നവർക്കും വായിക്കുന്നിരിക്കും അല്ലെ അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് പഠിക്കാതെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് എടുക്കാണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റില്ല. എക്സാം ചോദ്യം നമുക്ക് എഴുതാൻ പറ്റും. അതിലേ 83 84 നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ സ്പെഷ്യൽ ആയിട്ട് അടയാളപ്പെടുത്താൻ പറയുന്നില്ല. അറിയാലോ? അറിയില്ല എല്ലാവർക്കും കാർഡിയോഗ്രാം. അപ്പൊ അത് പറഞ്ഞ സ്റ്റക്ക് ആയോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല? യെസ് മാഡം. ബ്രേക്ക് ആവേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ടാണോ? ബ്രേക്ക് ആവാണ്. ഒന്നുകൂടെ ഇത് പറയോ? ഒന്നും കേൾക്കുന്നില്ല. പറഞ്ഞിട്ടില്ല, പറഞ്ഞു തുടങ്ങിയിട്ടില്ല. പേടിക്കണ്ട. 19 എന്ന് അടയാളപ്പെടുത്തിക്കോളൂ. ദാറ്റ് ഇസ് ENT. ENT. അതുപോലെ 91 ER എമർജൻസി റൂം. Then 95 ETT endotracheal tube. എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ നമ്മള് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഈ 320 സംതിങ് ഉണ്ട്. അത്രയും നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർഷൻസ് നീങ്ങില്ല. നമുക്ക് ഓരോ മൊഡ്യൂൾസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കാനുണ്ട്. നമ്മള് എക്സ്ട്രാ അങ്ങനെ അത്രയും ടൈം അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്ത് തരുന്നത് അല്ലെ. ഇത് നമ്മൾക്ക് പ്രിവേഷൻസിൽ നിന്നും അധികം വലിയ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എടുത്തു പോകുന്നത്. അപ്പം ഇങ്ങനെ തന്നെയാണ് എല്ലാ ബാച്ച് വർക്ക്. ജസ്റ്റ് ഒരു അബ്രിവേഷൻ ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെയാണ്. ഓക്കെ. 226 229 ഒന്ന് തന്നെയല്ലേ? ഏതാ? 226 അല്ലേ? 629 സെയിം തന്നെയാണ്. ചിലത് അങ്ങനെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ
ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് 100 അടയാളപ്പെടുത്തിക്കോളൂ. FHR. Then 115. GTT, glucose tolerance test. GTT. Then 117 GN അറിയാലോ, അടയാളപ്പെടുത്തണോ? GN ഗൈനക്കോളജി അടയാളപ്പെടുത്തുന്നല്ലോ, അറിയാലോ, കുറച്ച് എളുപ്പമല്ലേ? Then HB ഹിമോഗ്ലോബിൻ ഒക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാമോ? ഓക്കെ, HG അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. 126 126 HG മെർക്കുറി. Then 129 HIV, human immunodeficiency virus, HIV. HIV അടയാളപ്പെടുത്താം. Then 132 HPI, history of patient illness. Then 141 ICU നിങ്ങൾക്ക് അറിയാം. Then 152 KUB, kidneys, udders and bladder, KUB. Then അതില് 164 LPN, licensed practical nurse, LPN. Then 169 LVN, licensed vocational nurse കേട്ടോ. LPN ഉം LVN ഉം ഉണ്ട് ഇപ്പൊ പഠിക്കാൻ. Then 184 MRI, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് MRI. MRI ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 100% പ്രതീക്ഷിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ആണ് MRI കേട്ടോ. അത് നമുക്ക് വേറെ ചാപ്റ്റർ ബേസും അങ്ങനെ MRIയുടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? എടുത്തായിരുന്നോ? ഏതെങ്കിലും ടീച്ചേഴ്സ് എടുത്തിട്ടില്ല? ഓക്കെ, അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്യുപ്മെന്റ്സും എന്തിനു ഉപയോഗിക്കുന്നു, എന്തിന് ടെസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ അതിനകത്ത് MRI സ്കാനിങ്ങിന്റെ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. റേഡിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇനിയും എടുത്ത് നമ്മളുടെ ടൈം കളയരുതല്ലോ, നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആവാനുണ്ട്. ഓക്കെ, അപ്പൊ MRI എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ എക്സാമിനും, മോഡലിലായാലും മെയിൻ എക്സാമിനായാലും എപ്പോഴും MRI ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then 187 188 അടയാളപ്പെടുത്തിക്കോളൂ. ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. MVA, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്, അല്ലെങ്കിൽ MVC, മോട്ടോർ വെഹിക്കിൾ ക്രാഷ്, ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then 209 NVD, neck vein dissection. ബാക്കി OB ഒബ്സ്ട്രക്കിൾസ് നമുക്ക് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. NaCl ഒക്കെ അറിയാലോ, സോഡിയം ക്ലോറൈഡ്. NICU നോക്കാം, പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകം അടയാളപ്പെടുത്താതെ കേട്ടോ. NICU നോക്കി വായിച്ചേക്കാം. NaCl നോക്കാം. Then
212 OBS ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം OBS. Then 217 218 അടയാളപ്പെടുത്തിക്കോളൂ. ഓവേഴ്സ് OU ലെഫ്റ്റ് ഐയും ബോത്ത് ഐസും. കൺഫ്യൂഷൻ വരരുത്, ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. ലെഫ്റ്റ് ഐസ് ബോത്ത് ഐസ്. Then 221 ആഫ്റ്റർ മീൽസ്. നമുക്കത് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, മെഡിസിൻസിന്റെ ഒക്കെ ചാർട്ടൊക്കെ എഴുതുമ്പോൾ പ്രിസ്ക്രിപ്ഷനിലൊക്കെ അത് ആ ടേം യൂസ് ചെയ്യാറുണ്ട്. PC. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ വരുന്നത്. ബാക്കി പഠിക്കേണ്ടെന്നല്ല, പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ 234 വരെയാണ് ഇന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇത്രയും മതിയെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം, പക്ഷെ എടുക്കാതെ നമുക്ക് പറ്റില്ല, അതുകൊണ്ടാണ് എടുത്തത്. ഇനി നമുക്ക് പ്രിഫിക്സിന്റെ എക്സാം ഇടണ്ടേ? വേണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രിഫിക്സ് എക്സാം ഇടണോ? ഓക്കെയാണ് എല്ലാവരും? ഇനി ഇതിൽ കുറച്ച് പേര് ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോളൂ. ഇത് വലിയ അല്ലെങ്കിൽ എക്സാമിന് അങ്ങനെ മാർക്കോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, നമ്മുടെ എക്സാം ഇടാം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിലിപ്പോ മാർക്ക് പോയാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു യാതൊരു നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ജസ്റ്റ് നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സാം ഇടാന്ന് പറഞ്ഞത്. ഓക്കെയാണോ എല്ലാവരും? ഓക്കെയാണോ? യെസ്. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ, ഒരു പെൻ എടുക്കൂ. നമ്മൾ എഴുതുന്ന നോട്ട്ബുക്കിന്റെ ആ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ എവിടെയാണെങ്കിലും വെച്ചാൽ എഴുതിക്കോളൂ കേട്ടോ. വളരെ കുറച്ചിടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി ആയ എല്ലാവരും? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരും ലീവ് ഇടാൻ, എക്സാം ഇടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി കളഞ്ഞോ? ഓക്കെ, ഞാൻ പ്രിഫിക്സ് പറയുമ്പോൾ നിങ്ങൾ പ്രിഫിക്സുമായിട്ട് ഒപ്പം തന്നെ എഴുതണം. ജസ്റ്റ് മീനിങ് മാത്രമായിട്ട് എഴുതരുത് ഒരിക്കലും. പ്രിഫിക്സ് എഴുതാ, ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ പ്രിഫിക്സ് എഴുതാം, ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ മീനിങ് എഴുതാം. ഓക്കെ, ജസ്റ്റ് മീനിങ് മാത്രം എഴുതി പോകരുത്. നമ്മൾ ഗ്രാമറും അങ്ങനെ പഠിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ട മീനിങ് മാത്രം എഴുതരുത്. ജസ്റ്റ് എന്താണോ അത് ഹൈഫൻ ഇട്ടിട്ട് മാത്രം മീനിങ് എഴുതിക്കോളൂ. ലാസ്റ്റ് നമുക്ക് ആൻസർ വായിക്കാം. ഓക്കെ, ഇവിടെ മാർക്കിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ. പ്രിഫിക്സ് എന്നൊന്ന് ഹെഡിങ് കൊടുക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഈ സഫിക്സ് ആണല്ലോ എടുക്കാൻ പോകുന്നത്. അപ്പൊ പ്രിഫിക്സ് എന്നൊന്ന് ഹെഡിങ് കൊടുത്തോളൂ. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് പ്രിഫിക്സ് എന്ന് ഹെഡിങ് കൊടുത്തോളൂ. ഡേറ്റും ഡേറ്റും ഒന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രിഫിക്സ് എന്ന് ഹെഡിങ് കൊടുക്കും. ഫസ്റ്റ് വൺ ബ്ലാസ്റ്റോ. മീനിങ് ബ്ലാസ്റ്റോ എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടാം, ഇതിന്റെ മീനിങ് എഴുതിക്കോളും. ബ്ലാസ്റ്റോ. ഓക്കെ, സെക്കൻഡ് വൺ അബ്ഡോമൻ. 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 അബ്ഡോമൻ ഹൈഫൻ ഇടാം, മീനിങ് എഴുതാം. Then third one cephalo. Cephalo.
Cephalon. Then cyano. Cyano. ഒന്നുകൂടെ പറയണോ ഏതായിരുന്നു? സെഫാലോ. സൈനോണ്ടോ. സെഫാലോ കഴിഞ്ഞിട്ട് സിയാനോ. സിയാനോ കഴിഞ്ഞിട്ട് ഡെർമറ്റോ. സിയാനോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെർമറ്റോ. നെക്സ്റ്റ് പറയട്ടെ. ഹെപ്പറ്റോ. ഹെപ്പറ്റോ. നെക്സ്റ്റ് ഹെപ്പറ്റോ. ഇപ്പൊ എവിടെ വരെ എഴുതിയത്? 6 വരെയാണോ ഇപ്പൊ എഴുതിയത്? ഹെപ്പറ്റോ 6 അല്ലേ എഴുതിയത് നമ്പർ? ഹെപ്പറ്റോ. ഓക്കെ ഓക്കെ. ഓട്ടോ. ഓട്ടോ. ഓട്ടോ കഴിഞ്ഞാല് 8th വൺ ഫാഗോ. 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 നെക്സ്റ്റ് വൺ സൈക്കോ. സൈക്കോ. നെക്സ്റ്റ് പൾമോ. 10th പൾമോ. സൈക്കോ കഴിഞ്ഞാൽ പൾമോ. കംപ്ലീറ്റ് ആയോ? 9th ഏതായിരുന്നു? സൈക്കോ. സൈക്കോ കഴിഞ്ഞാല് പൾമോ. നയൻത്ത് സൈക്കോ. 10th പൾമോ. പൾമോ. ഓക്കെ. then stop writing. ഓക്കെ. നമുക്ക് ഓക്കെ എല്ലാവരും ഇത് കഴിഞ്ഞില്ലേ? പേനൊക്കെ താഴെ വെച്ചുള്ളവരോ ഓക്കെ ആണോ? നിങ്ങളെല്ലാവരും സത്യസന്ധരായിട്ട് ചെയ്യുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇനി നമുക്ക് ആൻസർ നോക്കാം കേട്ടോ. ആൻസർ വായിക്കാം ഓരോന്നോ. ഞാൻ ആൻസർ വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണോ എന്ന് നോക്കാം. ഒന്ന് ടിക്ക് ചെയ്യുക. സൈഡിൽ ഇങ്ങനെ മാർക്കിട്ട് പോയിക്കോളും. ഓരോ മാർക്ക് വെച്ച്. ഓക്കെ. പറയാം നമുക്ക്. അവനവന്റെ പേപ്പറിൽ സത്യസന്ധമായിട്ട് തന്നെ മാർക്കിട്ട് പോവുക കേട്ടോ. മാർക്കിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പൊ എന്ത് ചെയ്യാ നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതായിരുന്നു? ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ മീൻസ് ജേം ഓർ സെൽ. ശരിയാണെങ്കിൽ അവനവന്റെ പേപ്പറിൽ ശരിയിടാ. ഒരു സൈഡിൽ ഒരു 1 മാർക്ക് ഇട്ടോളും. Then second one abdomen. Abdomen means stomach.
Third one, cephalo, means belong to the head. Belong to the head. Fourth one, cyano, blue. Fifth one, dermato, relating to skin. Sixth one, hepato, means relating to liver. Then auto means relating to ear. Eighth one, phago, means relating to eat. Then psycho means mind. Then pulmo means relating to lungs. നോക്കിക്കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, യെസ്. ഇനി 10 എണ്ണത്തിലും ഫുള്ള് ശരിയായവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും ശരിയായോ? എല്ലാവരും കാണുമല്ലോ? ഈസി ആയിരുന്നു അല്ലെ? 8 മാർക്സ്. ഓക്കെ, കുഴപ്പമില്ല. ഏതാണോ 2 എണ്ണം തെറ്റിയത് അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. നമുക്ക് മാർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർക്കും 10 മാർക്ക്, 9 മാർക്ക് അല്ലെ, നല്ല നല്ല മാർക്കുകളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് മാർക്ക് നോക്കാനോ അങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് അങ്ങനെ മീൻസ് കമ്പയർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ സ്വയം പഠിക്കുക കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് എടുത്തത്, വേറെ ഒന്നുമില്ല. അപ്പോ ഇനി ഓക്കെ, അപ്പോ എക്സാമിന് എടുത്തപ്പോ എന്ത് തോന്നി? ഞാൻ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നിയോ? സ്വയം തോന്നിയോ? യെസ് മാം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നാളെ എന്നാ നെക്സ്റ്റ് ക്ലാസ്? വെനസ്ഡേ അല്ലേ? വെനസ്ഡേ അപ്പൊ സഫിക്സിന്റെ എക്സാം ഇടാലോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ മാം. പറഞ്ഞു. ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ആ, മാം പറഞ്ഞായിരുന്നു ഊഫറ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു. നെർവസ് സിസ്റ്റം എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നോക്കുമ്പോ എല്ലാം ഓവറി എന്നാണ് അതിന്റെ മീനിങ്സ്. ഊഫറോ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, അന്നേരം മാം നോക്കി ചെക്ക് ചെയ്തിട്ട് ഒന്നും പറയാനുണ്ട് കണ്ടത് ഓവറിന്നാണ് കാണുന്നത്. ഓവറിന്ന് തന്നെയാണ് കാണുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്കിൽ വരുന്നതായിരിക്കും കേട്ടോ. പൊട്ടിക്കണം, ഗ്രീന് പൊട്ടിക്കണം. എന്താണ്? ക്ലിയർ ആയില്ല? മൈക്ക് ഓഫ് ചെയ്യടാ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ടൈം ആയല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈം ആയിട്ടുണ്ട്. അപ്പോ ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം എന്തായാലും, ഓർമ്മിപ്പിച്ചാൽ മതി, പറയാം. ഓക്കെ, അപ്പോ സഫിക്സിന്റെ എക്സാം ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് ഇനി ഗ്രൂപ്പിലൊന്ന്, ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, പബ്ലിക്കേഷൻസ് കുറച്ചും കൂടി ഉണ്ട്. ഇച്ചിരി ബോറിംഗ് ആണെന്ന് എനിക്ക് അറിയാം, എങ്കിലും കുറച്ച് എടുത്ത് പോയേ പറ്റും അല്ലെ? കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിക്കാണും, കുറച്ചല്ല, നല്ല രീതിയിൽ ബോറിംഗ് ആണെന്ന് അറിയാം. ആണോ? അപ്പൊ നമുക്ക് കുറച്ച് എക്സാം ഒക്കെ ഇടുമ്പോ ബോറിംഗ് ഒക്കെ മാറും അല്ലെ? എക്സാം ഒക്കെ അതിന്റെ ഇടയിലെ കൂടി ഇടാം നമുക്ക് അല്ലെ? ഇതുപോലെ കുറച്ച് ടൈം ക്ലാസ് എടുക്കാം, എന്നിട്ട് സഫിക്സിന്റെ എക്സാം ഇടാം. നെക്സ്റ്റ് ദിവസം മീൻസ് വേർഡ്സ് ഇടണം, അബ്രിവേഷൻസ് വിടാനുണ്ട് ഒരു ദിവസം ഇതെല്ലാം. അപ്പൊ നമ്മൾ ഈ എക്സാമിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചോളും, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ അത് മാറ്റി വെക്കില്ല. അപ്പൊ എക്സാം ഇട്ടാൽ അങ്ങനെയും ഒരു ഗുണമുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി സഫിക്സ് നോക്കി വരാം. നമ്മൾ അടയാളപ്പെടുത്തിയത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.